ഇതിലവർ പറയുന്നൊരു കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞൊരു എലമെൻ്റൊക്കെ അവർ പറയുന്നുണ്ട്. അവരിൽ എത്രമാത്രം കഴിവുകൾ ഒളിഞ്ഞിടക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഹ്യൂമാനിറ്റേറിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ചില ഫാമിലി ഇമോഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായി ടച്ച് ചെയ്യും. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നൈസ് പടമാണ്. ഈ ഡിസേബിൾഡായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും തന്നെ പെർഫോമൻസ് കൊള്ളാം. യാതൊരു സംശയമില്ല, ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ഓഫ് അമീർ ഖാൻ. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. എനിക്ക് തോന്നുന്നത് ഈ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് സാധാരണക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ സിനിമ കാണുമ്പം നമുക്ക് അവരുടെ ജീവിതം കാണാം, അവരിൽ എത്രമാത്രം കഴിവുകൾ ഒളിഞ്ഞിടക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, വളരെ എന്താ പറയുക, ഹ്യൂമാനിറ്റേറിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. മനുഷ്യത്വപരമായിട്ട് ഉള്ള പെരുമാറ്റങ്ങളിലൂടെയൊക്കെ ഓരോരുത്തരുടെ ബിഹേവിയർ എങ്ങനെ മാറുന്നു. ഇതിലെ നായകനായിട്ടുള്ള അമീർ ഖാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്ക് ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട കോച്ചായി വരേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അത് ഡെവലപ്പ് ചെയ്യണതാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമീർ ഖാനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സിനിമകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പുതിയ തലമുറ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കണം വിത്ത് ഫാമിലി. കാരണം വളരെ നല്ലൊരു സിനിമയാണ്, യാതൊരു സംശയമില്ല. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ഓഫ് അമീർ ഖാൻ. പഴയ സിനിമയുടെ വൈബ് പ്രതീക്ഷിച്ച് പോകണ്ട, അതും ഇതും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ പഴയ സിനിമയുടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ സിനിമാറ്റോഗ്രാഫിയൊക്കെ പഴയ സിനിമയുടെ ആ ഒരു ഫീലാണ്. പക്ഷേ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഇംഗ്ലീഷ് അഡാപ്റ്റേഷനാണ്. അത് അവർ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചാമ്പ്യൻസുമായിട്ട് നോക്കുമ്പോൾ ആക്ച്വലി ഓക്കെയാണ്. കാരണം ചാമ്പ്യൻസ് ഒരു ഫോറിൻ പടമാണല്ലോ. ബട്ട് നമ്മുടെ ഇന്ത്യയിൽ അത് എങ്ങനെ എടുക്കാൻ പറ്റും അതിൻ്റെ മാക്സിമം അവർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു കോച്ച്, അതായത് ഒരു ടൂർണമെൻറ്റ് കോച്ച് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്. അതാണ് ആമീർ ഖാൻ. അപ്പോൾ പുള്ളി ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് പേരെ കോച്ച് ചെയ്ത് അവരെ എന്താണ് ഒരു കോമ്പറ്റീഷന് തയ്യാറെടുക്കുന്നതാണ് സ്റ്റോറി ലൈൻ. ആക്ച്വലി കൊള്ളാം. ആമീർ ഖാൻ നന്നായിട്ടുണ്ട്, ജനീല കൊള്ളാം. പിന്നെ ഈ ഡിസേബിൾഡായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും തന്നെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ ഇതിൽ ഒരു സ്പോർട്സ് കോമഡി പാറ്റേൺ ആണ്. ബട്ട് ഇതിൽ ചില ഫാമിലി ഇമോഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായി ടച്ച് ചെയ്യും. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നൈസ് പടമാണ്. ഇമോഷൻസ് എല്ലാം നമുക്ക് കണക്റ്റ് ആവും. കാരണം ഇതിലവർ പറയുന്നൊരു കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞൊരു എലമെൻ്റൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്പോർട്സിൻ്റെ സീക്വൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. ബാസ്ക്കറ്റ് ബോളിൻ്റെ സീക്വൻസ് എല്ലാം ആക്ച്വലി നമുക്ക് ഒരു ടൂർണമെൻറ്റ് എന്താണ് ഒരു ഗ്രൗണ്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. നൈസാണ് പടം.